ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സിന്ധൂസ് ഹോം റെസിപ്പിയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഒരു കോഫിയാണ്. നമ്മൾ വലിയ വലിയ മോൾസിലും ബേക്കറീസിലും ഒക്കെ പോയിട്ട് നമ്മൾ ടേസ്റ്റി ആയിട്ട് അല്ലെങ്കിൽ നമ്മൾ ഭയങ്കര ആകാംക്ഷയോടെ മേടിച്ച് കുടിക്കുന്ന ഒരു കോഫിയാണ് ക്യാപ്പിച്ചിനോ. അപ്പോൾ നമുക്ക് കോഫി മെഷീനൊന്നും ഇല്ലാതെ, ഒരു ബീറ്റർ ഇല്ലാതെ ഹോം മെയ്ഡായിട്ട് എങ്ങനെ ക്യാപ്പിച്ചിനോ റെഡിയാക്കാമെന്ന് നോക്കാം. എടുത്തിരിക്കുന്നത് ഒരു 10 രൂപയുടെ ബ്രൂവിൻ്റെ ഒരു പാക്കാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ പഞ്ചസാര എടുത്തിട്ടുണ്ട്, ഒരു കപ്പും കൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ബ്രൂവിൻ്റെ പൗഡർ, കോഫി പൗഡർ അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഏകദേശം 2 സ്പൂൺ കോഫി പൗഡറാണ് നമ്മൾ നമ്മുടെ കപ്പിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുക. ഏകദേശം നമ്മൾ 5 സ്പൂൺ പഞ്ചസാരയാണ് ഇതിൻ്റെ അകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നത്. പഞ്ചസാര നമ്മൾ ഇടുന്നത് നമ്മുടെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര നമ്മൾ ചേർത്ത് കൊടുത്താൽ മതി. ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് കൂട്ടി യോജിപ്പിക്കുക. നല്ലതുപോലെ തന്നെ ഇതിൽ എല്ലാം കൂടെ മിക്സ് ആവാൻ വേണ്ടി ഒന്ന് കൂട്ടി യോജിപ്പിക്കുക. അതിനുശേഷം നമ്മൾ അതിലേക്കൊരു 2 സ്പൂൺ വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുക. കാരണം നന്നായിട്ടൊന്ന് ബീറ്റൻ ചെയ്യാൻ, അല്ലെങ്കിൽ പതപ്പിച്ചെടുക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ വെള്ളം കൂടെ അതിലേക്ക് ആഡ് ചെയ്യുന്നത്. വെള്ളം കൂടെ അതിലേക്ക് ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് സ്പൂൺ വെച്ച് ബീറ്റൻ ചെയ്യുക. നല്ല പോലെ തന്നെ അത് ബീറ്റൻ ചെയ്തെടുക്കണം. കാരണം അത് നന്നായിട്ട് പതഞ്ഞ് നല്ല പോലെ അത് വരണം. നമ്മുടെ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ നമ്മൾ നന്നായിട്ട് അത് ബീറ്റൺ ചെയ്ത് ഇതേപോലെ തന്നെ പതഞ്ഞ് വരും. അപ്പോൾ ഈ പതഞ്ഞ് വന്നതിൻ്റെ അകത്ത് പഞ്ചസാരയുടെ തരിയോ അങ്ങനെയൊന്നും കാണത്തില്ല. അത് ഡിസോൾവ് ആവുന്നിടം വരെ തന്നെ നമ്മളത് ബീറ്റൺ ചെയ്തുകൊണ്ടേ ഇരിക്കണം. അങ്ങനെ നമ്മൾ കോഫി പൗഡറും പഞ്ചസാരയും എല്ലാം കൂടെ ബീറ്റൺ ചെയ്ത് നന്നായി പതച്ച് വെച്ചിട്ടുണ്ട്. അടുത്തായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഒരു കപ്പ് എടുത്ത് അതിലേക്ക് നമ്മൾ തിളപ്പിച്ച് വെച്ചിരിക്കുന്ന പാലൊഴിക്കുക. എന്നിട്ട് നമ്മൾ പതച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ കോഫി ഒരു സ്പൂൺ എടുക്കുക. എന്നിട്ട് അത് നമ്മുടെ പാലിലേക്ക് മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് കൂട്ടി യോജിപ്പിക്കുക. നല്ലപോലെ നമ്മൾ ഇളക്കി കൊടുക്കുക. വെരി സിമ്പിൾ, നമ്മുടെ ക്യാപ്പിച്ചിനോ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ മണ്ടയ്ക്ക് നമുക്ക് വേണമെങ്കിൽ ഡെക്കറേഷനൊക്കെ നമ്മൾ കടകളിലൊക്കെ മേടിക്കുന്നതിൻ്റെ കൂടെ നമുക്ക് ഡെക്കറേഷനൊക്കെ ചെയ്യാം കേട്ടോ. ഞാൻ ലവ് വരയ്ക്കുകയും എന്ത് വേണമെങ്കിലും നമ്മുടെ ഈ ക്യാപ്പിച്ചിനോൻ്റെ പൗഡർ നമ്മളിപ്പോൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ബീറ്റൻ ചെയ്തേക്കുന്ന ആ ഒരു പൗഡറും കൊണ്ട് തന്നെ നമുക്കത് ഡെക്കറേഷനൊക്കെ ചെയ്ത് ലവോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് ഇഷ്ടം പോലെ നമുക്ക് വരയ്ക്കാം. അതിലേക്ക് ഇങ്ങനെ ആഡ് ചെയ്ത് നമുക്കത് തയ്യാറാക്കിയെടുക്കാം. വളരെ സിമ്പിളല്ലേ? നമ്മൾ വളരെ സിമ്പിളായിട്ട് നമ്മൾ വീട്ടിൽ ബീറ്ററോ അതേപോലെ കോഫി മെഷീൻസോ ഒന്നുമില്ലാതെ നമ്മൾ ക്യാപ്പിച്ചിനോ തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും വീട്ടിലൊന്ന് തയ്യാറാക്കി നോക്കുക. നമ്മുടെ ഫാമിലി മെമ്പേഴ്സും ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒക്കെ വരുമ്പോൾ നമ്മളെന്നും കാപ്പി ചായ അതൊക്കെ ഒന്ന് മാറ്റി പിടിച്ചിട്ട് നമ്മൾ ഇതേപോലെ തന്നെ വെറൈറ്റി ആയിട്ടുള്ള ക്യാപ്പിച്ചിനോ ഒക്കെ അങ്ങോട്ട് ഉണ്ടാക്കി കൊടുക്കുക. അവരൊന്ന് ഞെട്ടട്ടെ. അപ്പോൾ ഇത് എല്ലാവരും വീട്ടിലൊന്ന് തയ്യാറാക്കി നോക്കണം.
വളരെ സിമ്പിളായിട്ട് നമുക്ക് ഏകദേശം ഒരു 5-10 മിനിറ്റ് കൊണ്ട് നമുക്ക് വളരെ സിമ്പിളായിട്ട് ഇത് ഉണ്ടാക്കിയെടുക്കാവുന്ന കാര്യമേ ഉള്ളൂ. എല്ലാവരും ഇത് വീട്ടിലൊന്ന് തയ്യാറാക്കി നോക്കുക. തയ്യാറാക്കി നോക്കിയാൽ മാത്രം പോരാ, നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ തൊട്ടപ്പുറത്ത് കാണുന്ന ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്യുക. എങ്കിൽ മാത്രമേ ഞങ്ങൾ ഇടുന്ന ഇതേപോലത്തെ പുതിയ പുതിയ റെസിപ്പീസ് നിങ്ങളുടെ കൈകളിലേക്ക് എത്തിച്ചേരത്തുള്ളൂ. കൂടാതെ തന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്